അപ്പുട്ടൻ കരയണ്ട കരയണ്ട കേട്ടാ. ഓ എന്തേടാ തേരാ തേരാ. ഓ നമ്മുടെ കുഞ്ഞില്ലേ നമ്മുടെ കുഞ്ഞ്. അപ്പോ അപ്പു ഇന്നലെ കുറേ വിളിച്ചല്ലോമ്മ, കുറേ വിളിച്ചല്ലോ. നീ എങ്ങോട്ടാ പോയി? ഡാ അപ്പുട്ടൻ. അതെ അതെ ശരിയാക്കുന്നുണ്ട് കേട്ടാ. ഫുഡ് ശരിയാക്കട്ടെ, മൂന്ന് തരാം തരാ തരാ. വിശന്നിട്ട് ഓടി വന്നതാ രാവിലെ തന്നെ ആണോ? അപ്പുവോ അപ്പു വിശന്നിട്ട് ഓടി വന്നതാ? എന്നാ വാ വാ, ഒരു പേപ്പർ വെക്കട്ടെ കേട്ടാ. കഴിച്ചു പൊന്നു. ചാലിക്ക് വേണ്ടേ ഇത് വേണ്ടേ? ചാലിക്ക് വേണ്ടി. ചാലിക്കുമ്പോ വേറെ പാത്രത്തിലാക്കി തരട്ടെ. വേറെ പാത്രത്തിലിട്ട് തരാം കേട്ടാ. എന്തേ മമ്മൂന് കഴിച്ചോ? മതിയാ? അവനക്ക് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ഇങ്ങനൊരു മടിയാ. അവനക്ക് ഇതെങ്ങനെ എടുത്തു കൊടുക്കണമെങ്കിൽ അവൻ കഴിക്കും. അല്ലാതെ അതിലും കുമ്പിട്ട് കിടന്നിട്ട് അവനക്ക് കഴിക്കാനൊന്നും വയ്യ. ഇത് ഞാൻ ശീലിപ്പിച്ചതൊന്നല്ല കേട്ടാ, അവനിങ്ങനെ തന്നെയാണ്. നമുക്കറിയാലോ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം. എരണം കെട്ട സ്വഭാവം ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെക്കനത് മേലൊക്കെ ആവുക തോന്നുന്നുണ്ട്, അതുകൊണ്ട് തീരെ ഇഷ്ടമില്ല. അപ്പു എന്തിയേ? അപ്പു പോയാ? അപ്പു ഓടി വരിക, ഫുഡ് കഴിക്കുക, പോവുക. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഓടി വരും, ഉറങ്ങാനും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഏട്ടാ. കണ്ടില്ലേ വാശി അവൻ്റെ. ഹലോ ഡാ ഡാ ഡാ, നീ എങ്ങോട്ട് പോണ്? അപ്പൂ ഇങ്ങോട്ട് വാ. ആ ഉമ്മ അവിടെ ഇരിക്കി, ഇഞ്ഞി അവിടെ ഇരുന്നിട്ട് നോക്കിക്കോട്ടെ വല്ല പൂച്ചകൾ വരുന്നുണ്ടാന്ന്, എന്നിട്ട് ഓടിക്കോട്ടെ നീ. ടെടാ അപ്പുവാ അവിടെ ഇരുന്ന് നോക്ക്, അപ്പോൾ ഓടിപ്പോവാലോ നിനക്ക് സുഖമായി. ചാർലി എവിടെ? ചാർലി എങ്ങോട്ട് പോയി? ഉറങ്ങാൻ പോയാ? ചാർലി എവിടെ?